ഇപ്പൊ ആമയുടെ അടുത്ത് ചോദിക്കാൻ പറയില്ല, മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് കേരളത്തിലുള്ള തെറ്റിദ്ധരിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അതെ 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 അത് തന്നെയാണ്. ആ പറയുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ല 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 കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോ ശരിക്കും അങ്ങനെ ഒരു റെസ്പോൺസ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഭാഗത്ത് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, മലയാളികളെക്കാളും കൂടുതൽ മലയാളികളൊന്നും അല്ല, കുറെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതൊക്കെ പെയ്ഡാണ്, എല്ലാവർക്കും അറിയാം. ഉള്ള ഈ കമന്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് ഒക്കെ ഫേക്കാ. എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഹിന്ദിയാ പറയുന്നത്, അവരാരും മലയാളം ഒന്നും അല്ല പറയുന്നത്. പിന്നെ മലയാളം പറയുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു വല്ല ചാറ്റ് GPT ട്രാൻസ്ലേഷൻ വല്ലതും വെച്ചിട്ടായിരിക്കും. ബിക്കോസ് നോക്കുമ്പോൾ എല്ലാം ഫേക്ക് അക്കൗണ്ട്സ് ആണ്. ഇതൊരു പ്രോപ്പർ പ്ലാൻഡ് ആയിട്ടുള്ള നെഗറ്റീവ് ക്യാമ്പയിനിങ് നെഗറ്റീവ് PR ഉണ്ടല്ലോ, നെഗറ്റീവ് ക്യാമ്പയിൻ ടാർഗറ്റ് ചെയ്ത് ചില പാർട്ടികൾ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്. അതൊരു പൊളിറ്റിക്കൽ ഗെയിമാണത്. അതിലിപ്പോ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യം. ആ ഒരു ടൈമിൽ പെട്ടെന്ന് അങ്ങനെ ഇപ്പൊ നമ്മൾ വിചാരിക്കത്തില്ലല്ലോ. നമ്മൾ ജെനുവനായിട്ട് ഒരു കാര്യം ചിന്തിച്ചിട്ട് അയ്യോ ഇത് ഇങ്ങനെ ആവുമല്ലോ, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മുടെ ഒരു ജെനുവനായിട്ടുള്ള കൺസേൺ കൊണ്ട് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെയൊക്കെ ആക്കും എന്നുള്ളത് വിചാരിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ അങ്ങനെ ആക്കിയപ്പോ അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാകുന്നേ, ഞാൻ ഇങ്ങനെ അല്ലല്ലോ, ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു സാധനം എനിക്ക് അതായിരുന്നു എന്റെ ഫസ്റ്റ് റിയാക്ഷൻ. അതെ അതെ, ഞാൻ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നതെന്ന്. പക്ഷെ അത് ഒരു സെക്കൻഡ് ഡേ ഒക്കെ ആയപ്പോ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് സാധാരണ ആൾക്കാരല്ല ഇതൊന്നും പറയുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന, ദിസ് ഇസ് നോട്ട് നോർമൽ പീപ്പിൾ. ഇത് വേറെ ആരോ പെയ്ഡായിട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ സൈലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള. ബിക്കോസ് അങ്ങനെ നമ്മള് കാര്യങ്ങൾ പറഞ്ഞ് സാധാരണക്കാര് ഇപ്പം അത് മനസ്സിലാക്കി അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗെയിം മനസ്സിലാക്കി നിന്നിട്ടുണ്ടെങ്കിൽ കുറെ പാർട്ടികളുടെ ഗെയിം ഇവിടെ നടക്കില്ല. അങ്ങനെ നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫെയിലിയർ ആണല്ലോ. അപ്പൊ അവരത് സോഷ്യൽ മീഡിയ വെച്ചിട്ട് കുറെ കളികൾ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്കത് മനസ്സിലായപ്പോ ഐ വാസ് ലൈക്ക് ഓക്കെ